ഹായ് ഹലോ നമസ്കാരമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വേറെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഇന്ന് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഞാൻ നേഴ്സിംഗ് എടുക്കണമെന്ന് വിചാരിച്ചെടുത്തൊന്നുമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നേഴ്സിംഗ് എടുത്തുപോയി. എടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആകെയുള്ള ഒരു പേടി പഠിക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ആ പേടി അങ്ങ് പോയി. ഇപ്പം മനസ്സിലായി പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വന്നപ്പം മനസ്സിലായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്ത് പറഞ്ഞാലും സോറി പറയണം, താങ്ക് യു പറയണം. ഇത് രണ്ടും എന്നെ കൂടെ നടക്കില്ല. പിന്നെ മനസ്സിലായ ഒരു കാര്യം, എൻ്റെ ക്ലാസ്സും പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കും ഒരേപോലെ. അതായത് ഇപ്പം എൻ്റെ കോളേജിൽ ഒരു ചെറിയ ഇൻസിഡൻറ്റ് പോകുന്നുണ്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ട് പറയണമെന്ന് വിചാരിച്ച് കുറെ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പുത്തിരിയായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പാമ്പ്, അതായത് ഏറ്റവും കൂടുതൽ ഈ സ്നേക്സ് ഉള്ളത് മെഡിക്കൽ ഫീൽഡിലാണ്. അതേപോലെ എൻ്റെ ക്ലാസ്സിലോട്ട് എനിക്ക് കയറുമ്പോൾ ഫീൽ ആവുന്നത്, നമ്മൾ ഈ തിരുവനന്തപുരം സൂയിൽ പോകുമ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ ഈ സ്നേക്സ് ആ ഒരു സെക്ഷൻ വരുന്നില്ലേ, അതേപോലെ എൻ്റെ ക്ലാസ്സിലോട്ട് കയറുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ഓഫ് പാമ്പുകളാണ്. അതായത് അവിടെ ചിലപ്പം അണലി ഉണ്ടാവും, കരിമൂർക്കൻ ഉണ്ടാവും, രാജവെമ്പാലുണ്ടാവും. രാജവെമ്പാലായിരിക്കും മെയിൻ. പിന്നെ അങ്ങനെ ടൈപ്സ് ഓഫ് പാമ്പുകളുണ്ടല്ലോ, ഇവറ്റങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. ടൈപ്സ് ഓഫ് പാമ്പുകളെ പറ്റി നോക്കാം. ഇനി ടൈപ്സ് ഓഫ് പാമ്പുകളിൽ രാജവെമ്പാല, അണലി. അതായത് അണലി എന്ന് പറഞ്ഞ സാധനം 360 ഡിഗ്രി കൊത്തും. ഇത് കൊത്തും നമുക്ക് എന്തുപോലും അറിയാം. പക്ഷെ ഏത് സൈഡിൽ നിന്ന് കൊത്തുമെന്ന് ഒരു പിടുത്തവും കാണത്തില്ല. ഇപ്പം നമ്മൾ ഊഹിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ബാക്കിൽ നിന്ന് കൊത്തുന്നത്. അതാണ് അണലി. 360 ഡിഗ്രി കൊത്തും, അച്ചാൻ വളഞ്ഞു കൊത്തും. അതാണ് അവരുടെ പ്രത്യേകത. ഇനി രാജവെമ്പാല ഇവരാണ് മെയിൻ പണിയെന്ന് നമുക്കറിയാം. അതായത് ഇവരാണ് നമുക്ക് ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവർക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല. അവർ നമ്മളടുത്ത് അങ്ങോട്ട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പണി നമ്മുടെ നിർഗന്ധം തരും. അതായത് ഒരു പ്രശ്നം തന്ന് നമ്മൾ ഒന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അടുത്തത് തന്നുകൊണ്ടിരിക്കും. അതൊരു പാറ്റേൺ, അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. പിന്നെ ഒരു കൂട്ടരുണ്ട്, ഈ നീർക്കോലി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ വെള്ളത്തിലൊക്കെ പോകുന്നു. ഇവ ഒന്നും ചെയ്യത്തില്ല, കടിച്ചാൽ അത്താഴം മാത്രമേ മുടങ്ങത്തുള്ളൂ, അല്ലാത്ത വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു പാമ്പുകളുടെ നടുവിലാണ് ഞാൻ. ഇപ്പൊ ഒരു കറണ്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതിൽ തന്നെ കുറെ ആൾക്കാർ കളിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റിൽ കുറെ ആൾക്കാർ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആരൊക്കെ ചെയ്ത് എന്തൊക്കെയാ ചെയ്തെന്ന് ഒരു പിടുത്തമില്ല. പക്ഷേ നമുക്കറിയാം ചെയ്തവരുടെ എണ്ണവും എന്തിനു ചെയ്തു, മനസ്സിലായോ? അങ്ങനെ അറിയാൻ പറ്റും നമുക്ക്. പക്ഷെ ഇവരാ ചെയ്ത് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. ഓപ്പണായിട്ട് പറഞ്ഞാൽ ഇവർക്ക് മറ്റേ പാമ്പുകളുടെ സങ്കേതം, മാളം, ഗ്രൂപ്പിസം, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങ് ചർച്ചയാവും. ഈ ചർച്ചയാവുന്ന കൂട്ടത്തിൽ അടുത്ത പണി എന്ത് തരാം എന്നായിരിക്കും അതുകൂടെ ചർച്ച ചെയ്യുന്നത്. നമ്മളത് മനസ്സിൽ പോലും കാണത്തില്ല. ഇപ്പൊ ഇങ്ങനൊരു പണി വരുന്നെന്ന് നമുക്കത് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും വന്ന് പണി വരുന്നത്. നമുക്കത് എവിടെ നിന്ന് പണി വരും എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും. പിന്നെ കുറച്ച് ടീംസ് ഉണ്ട്. ഒരു മേശയുടെ ഇതുപോലെ ഇവൻ പാവട്ടെ, ഒന്നും കാര്യമൊന്നുമില്ല. ഈ ഒരു മേശയുടെ ചുറ്റും കൂടിയിരുന്നിട്ട് ഇപ്പൊ ഒരു ദിവസം ഒരു ക്ലാസ് നടക്കുന്ന കാര്യങ്ങൾ അവരത് അവിടെ പോയി ചർച്ച ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല കാര്യങ്ങളായിരിക്കത്തില്ല പറയുന്നത്. ഇവർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കഴിവുമില്ല. അങ്ങനെ എനിക്കറിയാവുന്ന ഒരു 3 പേര് ഉണ്ട്. ഇവർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? ഒരു കഴിവില്ല. ചുമ്മാ മേശയുടെ ചുറ്റും മറ്റേ ചുറ്റി ഇരുന്ന് ഒരു ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആരെയൊക്കെ കളിയാക്കാവോ അവരെയൊക്കെ കളിയാക്കി കുറ്റം പറഞ്ഞ് അവരെയൊക്കെ എങ്ങനെ തളർത്താവോ അങ്ങനെ തളർത്തുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് അറിയാം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും എപ്പോഴും ഒരു ക്ലാസ്സിൽ. പിന്നെ കുറെ കൊച്ചമ്മമാരെന്ന് വെച്ചാൽ ഞങ്ങളാണ് മെയിൻ, ഞങ്ങളാണ് ക്ലാസ്സിന്റെ മെയിൻ ആൾക്കാർ, ഞങ്ങളില്ല ഞങ്ങൾ അറിയാതെ ഒരു ക്ലാസ് ഒരു കിണ്ടി നടക്കില്ല എന്ന് വിചാരിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു പക്ഷമുണ്ട്. ഇവരൊക്കെ കാണുമ്പോണ്ടല്ലോ, അതാണ് മെയിൻ. പിന്നെ പറയാനാണെങ്കിൽ മെയിനായിട്ട് ഞാൻ ഈ പാമ്പുകളെ പറ്റി പറയാനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ക്ലാസ്സിൽ നടക്കുന്ന ഒരു പാമ്പുകളെ പറ്റി പറയാനാണ്. എന്റെ ക്ലാസ്സിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ബേസ് ചെയ്താ പറയുന്നത്. ഒന്നും പറയാനില്ല. എനിക്കറിയത്തില്ലായിരുന്നു ഈ മെഡിക്കൽ ഫീൽഡ് ഇങ്ങനെ ഇത്രയും പാമ്പുകൾ കൊണ്ട് നിറഞ്ഞതാണെന്ന്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ പഠിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പഠിക്കാൻ മാത്രമല്ല പാട്, ഇവരുടെ കൂടെ സർവൈവ് ചെയ്യാൻ നല്ല പാടാ എന്ന് എനിക്ക് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോ
അപ്പൊ ഒന്നുമില്ല, ഇത്രയും പറയാനുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ അണലിയുണ്ട്, രാജവെമ്പാലുണ്ട്, കരിമൂർഖനുണ്ട്, വെറും മൂർഖരുണ്ട്, ചേരയുണ്ട്. ഈ ചേര കടിക്കത്തില്ല എന്ന് പറയും, പക്ഷെ നല്ല വേദന ഉണ്ടാവും, ചെറുതായിട്ടൊക്കെ കടിക്കത്തുള്ളൂ, അവർക്ക് വലിയ പവറൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ എന്താ പറയാ, ഇതുപോലത്തെ ഇത്തിക്കണ്ണികൾ, മനസ്സിലായോ? എവിടെയെങ്കിലും വലിഞ്ഞു കയറിയിട്ട് അവിടുന്ന് കുറെ കാര്യങ്ങൾ ചോർത്തി ഇതൊക്കെ അവരെ നിന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ടേബിളിന് ചുറ്റും ഒരു കഴിവില്ലാതെ ചുമ്മാ കുത്തിയിരുന്ന് വരുന്നവരെയും പോകുന്നവരെയും എല്ലാം ജഡ്ജ് ചെയ്ത് കളിയാക്കി. ഈ ബാഹുബലി സിനിമയ്ക്കകത്ത് കട്ടപ്പ പോലും ബാഹുബലി ഇത്ര ആക്കി കുത്തി കാണത്തില്ല, അതുപോലെ നമ്മളെ പുറകെ കുത്തും. അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നേ. എന്നെന്തോ വേറെ വീഡിയോ ഒന്നും കിട്ടിയില്ല. ഇതിപ്പോ റീച്ച് ആവണമെന്ന് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം, എനിക്ക് റിലേറ്റഡാ. മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന ഏറെക്കുറെ എല്ലാ ആൾക്കാർക്കും റിലേറ്റ് ആവുന്ന ഒരു മീമായിരിക്കും അത്. എല്ലാവർക്കും കണ്ടു കാണും ചിലപ്പം. ചുമ്മാ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നന്ദിയുണ്ട്, പിന്നെ കാണാം.